രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതിന്റെ മുകളിലേക്കാണ് കാര്യങ്ങൾ. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം അവരുടെ ആരാധകര്, എത്രയോ ആരാധകര് മമ്മൂക്കയെ കാണാൻ വേണ്ടി ഉറക്കമൊഴിച്ച് ആ വീടിന്റെ പുറത്ത് കാത്തിരിക്കുക. അത് എല്ലാ വർഷവും ഉള്ളതാ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു നടനും ഈ ഒരു രീതിയിലുള്ള ഒരു വരവേൽപ്പ് കിട്ടാറില്ല, അല്ലെ? പിറന്നാൾ ദിവസം ഇത്ര അധികം ആരവത്തോടു കൂടി ആരാധകർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയും അതേ ആരാധകരുടെ മുന്നില് കൈ ഇങ്ങനെ വീശി കാണിച്ച് മമ്മൂട്ടി വരാറുണ്ട്, അല്ലെ? ഇപ്രാവശ്യം എന്താ ചെയ്തത് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. അദ്ദേഹം വീഡിയോ കോൾ വഴിയാണ് എല്ലാവരോടും നന്ദി പറയുന്നത്. അത് കഴിഞ്ഞ് വെറുതെ ചുമ്മാ അങ്ങ് പോവല്ല നമ്മുടെ ഫാൻസ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം തുടങ്ങുന്നു അങ്ങോട്ട് ഒരുപാട് ചാരിറ്റികൾ എന്നാണ് മമ്മൂട്ടി തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത്. ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ മമ്മൂട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു സംഭവം പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പുതിയ സംവിധായകരും പഴയ സംവിധായകരും പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരും മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ മേഷപ്പ് ഒന്ന് കാണാം. നമ്മൾ ചെയ്യാത്തതോടൊന്നുമില്ല. ഒരു 40 വർഷത്തെ കരിയറിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ അടുത്ത ലൊക്കേഷനിലേക്ക് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക പറയുന്നതിന് മമ്മൂക്ക സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രാധാന്യമൊക്കെ നമുക്കറിയാം. മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പാക്ട് ചിലപ്പോൾ വരില്ലേ? മമ്മൂക്ക എന്ന് പറയുന്ന ആളെടുക്കുന്ന ഡിസിഷൻ, അതിനാണ് എന്താ പറയുക സല്യൂട്ട് കൊടുക്കേണ്ടത്. മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയ്ക്ക് സാങ്കേതികമായി എല്ലാം അറിയാമല്ലോ, സിനിമ അറിയാമല്ലോ. പുള്ളിക്കത്തൊരു ബിസിനസ് അല്ല ബേസിക്കലി. തീർച്ചയായിട്ടും മമ്മൂട്ടിയെ കുറിച്ചിട്ട് ആ ഒരു കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് എല്ലാം അറിയാം. അതിന്റെ പുറമെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായി മാറാന് മറ്റൊരു നടനെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. ചില നടന്മാരൊക്കെ ഇന്റെ ഒപ്പം ഗ്രാനുണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു. അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാ. ഓരോ നിമിഷവും അതിങ്ങനെ എന്താണ് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞത്. ഇനിയും മിനുങ്ങാനുണ്ട്, ഇനിയും മിനുക്കിക്കൊണ്ടേയിരിക്കുന്ന പറഞ്ഞത് സത്യമാണ്. നമ്മൾ പുതിയത് മാത്രമാണ് മമ്മൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് കിട്ടുന്നതും. അതായത് പുതിയ സംവിധായകർക്ക്, പുതിയ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുന്ന മറ്റൊരു നടൻ ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയം. ലോകത്തുണ്ടാവില്ല. മമ്മൂട്ടി തന്നെയാണ് ഒരു പക്ഷെ ആ ഒരു കാര്യത്തിൽ കേമൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരു പുതിയ രീതിയിലുള്ള, അപ്പൊ ഒരുപാട് സിനോപ്സിസ് ആളുകൾ അയച്ചു കൊടുക്കാറുണ്ട്, കഥയുടെ ചുരുക്കങ്ങൾ. അത് എന്നും മമ്മൂട്ടി വായിക്കുന്നു എന്നാ പറയുന്നത്. അത് വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് സ്ട്രൈക്കായി തോന്നിയാൽ ആ ഒരു നിമിഷം അദ്ദേഹത്തിനെ വിളിക്കുകയും ആ സിനിമ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതാണ് മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ മമ്മൂട്ടി ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? മമ്മൂക്കയെ നമ്മൾ എപ്പോഴും മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സിനിമയിൽ അദ്ദേഹത്തിന് മെഗാസ്റ്റാർ മമ്മൂക്ക എന്നുള്ള ഒരു സംഭവം കാണിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം സ്റ്റാർഡം വാല്യൂ ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ തന്നെയാണ്, പക്ഷെ അതൊന്നും അഹങ്കാരമായി കൊണ്ടുനടക്കുന്ന ആളല്ല. പക്ഷെ ഈയിടെ ഒരു സിനിമയിൽ അദ്ദേഹം ആ ഒരു ടെർബോ എന്ന സിനിമയിൽ ഒരു ഫൈറ്റ് സീനിന്റെ ഇടയിൽ മാക്കിൽ വലിയൊരു ലൈറ്റ് ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെഗാസ്റ്റാർ എന്ന് എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു. അതൊന്ന് കേൾക്കൂ. മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടല്ലോ, ഫാൻസിലെ പിള്ളേര്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് മെഗാസ്റ്റാർ ടൈറ്റിൽ വേണം, മെഗാസ്റ്റാർ ടൈറ്റിൽ വേണം. ഞാൻ ആലോചിച്ചിട്ട് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞില്ല. അത് കാരണമാണ് ആ ഷോട്ട് തിരിച്ചു വെച്ചത്. നമുക്ക് കാണാത്ത രീതിയിലാണ് വെച്ചത്. ഇങ്ങനെ നോക്കിയേ നമുക്ക് ഇൻട്രോ ആ സമയത്തെ കത്തിച്ചുള്ളൂ. അതുവരെ അത് ഓഫ് ചെയ്ത് വെച്ചു. എടുത്തു കഴിഞ്ഞിട്ടാ പുള്ളി കണ്ടേ. എന്നെ നോക്കി എന്നാ ജോസാടാ ടെർബോ ജോസ്. ആ ഒരു സീനിൽ സത്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു സീൻ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്താ. മമ്മൂക്കൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതിന് പിന്നീട് ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മമ്മൂക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു വലിയ സ്റ്റാർഡം വാല്യൂ ആഘോഷിക്കണം എന്ന ആഗ്രഹമുള്ള ആളല്ല. എന്നാലോ എന്റെ ആരാധകരെ എനിക്ക് പെരുത്ത് ഇഷ്ടമാണെന്ന് മമ്മൂട്ടി എല്ലാ ഇടങ്ങളിലും പറയാറുണ്ട്. അതിനൊരു കാര്യമുണ്ട്. വെറുതെ ഫ്ലെക്സ് അടിച്ച് അല്ലെങ്കിൽ ഫാൻ ഫൈറ്റും ചെയ്ത് നടക്കുന്ന ഒരു ടീമല്ല. അതിനപ്പുറം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി നമ്മളെ ചേർത്ത് വെക്കുന്നത്. അല്ലാത്ത പക്ഷം വെറുതെ അടിയും കുത്തൊക്കെ നടക്കുന്ന ഒരു ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഏത് നടനാണ്, ഏത് സൂപ്പർ സ്റ്റാർ ആണ് അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൃത്യമായി മമ്മൂക്കയുടെ ഇടപെടലുകളാണ് എന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നത്. അതൊരു ജിയോ ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് കേൾക്കേ. മമ്മൂക്ക പറയുന്നതിന് മമ്മൂക്ക സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രാധാന്യമൊക്കെ നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഇതേ സിനിമ ഞാൻ വേറെ അറിയപ്പെടാത്ത ഒരു ആക്ടറിലേക്ക് പോകുമ്പോൾ സിനിമയുടെ റീച്ച് ഭയങ്കര കുറേ. ഇപ്പോൾ ജ്യോതിക, മമ്മൂട്ടി കമ്പനി, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടൊരു ഹൈറ്റ്സിലോട്ട് കൊണ്ടുവന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് ആവശ്യവുമാണ്. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞിരുന്നു, മമ്മൂക്ക ഇത് കഥ കേട്ടിട്ട് ഒരു സംശയമില്ലാതെ ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ.
ഇനിയിപ്പോ എന്നതാ ഒരുപാട് സംസാരിക്കാനുള്ളത്. ആദൽ ദി കോർ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്തൊരു സിനിമയാണ്. ഒരു മെഗാസ്റ്റാർ ആയ ഒരു നടൻ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമോ എന്നൊക്കെ ആളുകൾ ശരിക്കും അങ്ങ് അമ്പരന്ന് പോയി എന്നുള്ള. ജ്യോതികയോട് ഈ ഒരു സീന് നിങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ജ്യോതിക ആകെ അമ്പരന്ന് പോയി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യുന്നത്, അദ്ദേഹത്തിന് അത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെന്നാണ് അവർ പറഞ്ഞത്, അതല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡ് ആക്ടർ, അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഇന്ന് വൈകുന്നേരം വരെ ഇരുന്ന് ഞാൻ കാറിൽ ഇരുന്ന് പറഞ്ഞത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും കഴിയും കുറെ സമയം. അതുകൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ചു പോകാന്നുള്ളതാണ്. വീട്ടിൽ വന്ന് ഒരു വർഷത്തോളം, ഏകദേശം 275 ദിവസത്തോളം എന്തോ അദ്ദേഹം വീട്ടിൽ ഷൂട്ടിംഗ് ഇല്ലാതെ ഇരുന്നിട്ട് അതിന് ശേഷം വന്ന് അഭിനയിക്കുന്ന സിനിമയായിരുന്നു ഭീഷ്മോറോ. അപ്പോൾ അത്രയും നാളും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാത്തതിൻ്റെ ആ ഒരു ആവേശവും അഭിനയത്തോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അഭിനയത്തോടുള്ള ആർത്തി, ഇതെല്ലാം നമ്മുടെ സെറ്റിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറക്കണ്ടവരുടെ എണ്ണം കൂടും. ശരിയാട്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭീഷ്മപർവം എന്ന സിനിമ കാണുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരു എനർജി ലെവല് നമ്മൾ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അല്ലെ? സിനിമ അത്രയധികം ഭയങ്കര ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സിനിമയോട് ഒരു ചെറിയൊരു സമാനത ഉള്ള വേറൊരു സിനിമയാണ് ഇത് ഗോഡ് ഫാദർ, ഒറിജിനൽ ഗോഡ് ഫാദർ ഇട്ട ഇംഗ്ലീഷ് പടം. അതായത് ഒരു ഗ്യാങ് വാറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ സാധനം. പക്ഷെ സിനിമ നമുക്ക് ഭയങ്കര എനർജി തന്ന സിനിമയാണ്. ആ സിനിമയിലെ ആ ഒരു റോബോട്ടിക് ക്യാമറ, ആ ഒരു ഫൈറ്റ് ഭയങ്കര ചർച്ചയാണ്. അപ്പൊ അദ്ദേഹം ഓരോ സിനിമ ചെയ്യുമ്പോഴും ചർച്ച ചെയ്യാണെന്നുള്ളതാ. അതിലെ പുതിയ സാധനങ്ങൾ, ഇപ്പൊ ടെർബോ എന്ന സിനിമയിലെ ആ ഒരു പർസ്യൂട്ട് ക്യാമറ, അങ്ങനെ എല്ലാ ടെക്നോളജികളിലൂടെയും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ ഇതാ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും ടോപ്പ്. ഇനി ഐമാക്സും കൂടി ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം. കഥകളെല്ലാം നേരിട്ട് കേൾക്കുന്നു. അപ്പം അവിടെ സെറ്റിൽ പോവാം. അപ്പം നമുക്ക് ഞാൻ ഒരുപാട് സിനോപ്സുകൾ ഇങ്ങനെ 5-6 പേജിൽ ഉള്ള സിനോപ്സിസുകൾ മൊബൈലിൽ നിന്ന് ഇങ്ങനെ ടാബ്ലറ്റ് ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സിനോപ്സിസ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. സിനോപ്സ് അടിപൊളിയാണെങ്കിൽ അദ്ദേഹം പറയും എത്രയോ കഥകൾ അദ്ദേഹം കേൾക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചധികം സിനിമകൾ എടുത്തു നോക്കിയാൽ പലതരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ ചെയ്തു. വിജയപരാജയങ്ങൾ മാനദണ്ഡമാക്കിയല്ല ആളുകളോട് സഹകരിക്കുന്നതും ഡേറ്റുകൾ കൊടുക്കുന്നതും. കഥ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളിലേക്ക് ആക്സിഡന്റലി എത്തിയതാണ്. മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പാക്ട് ചിലപ്പോൾ വരില്ല. സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയെ കൊണ്ടുപോയത് മമ്മൂട്ടി തന്നെയാണ്. ജയറാം അടിപൊളി ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു സീന് മതി ആ ഒരു സിനിമ വൻ രീതിയിൽ ഹിറ്റ് ആവാൻ. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു, വലിയ രീതിയിൽ ചർച്ചയാവുന്നു. മമ്മൂട്ടിയുടെ പേര് പരമാവധി അതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി പല ആളുകളും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് ഒരുപാട് നടികൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ അറിയോ? ഇത്രയും നല്ല മനുഷ്യനെ കാണാൻ കിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം ഭയങ്കര കെയറിംഗ് ആണ്. ആളുകൾ കെയറിംഗ് എന്ന് പറയുമ്പോൾ ഏട്ടായി കെയറിംഗ് അല്ല, അതായത് ഒരു സ്ത്രീയോട് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. ആ റെസ്പെക്ട് അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഏപ്പടങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയെ രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, അതാണ് മമ്മൂട്ടി. അദ്ദേഹത്തിനെ കുറിച്ച് ഇവർ പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഒന്ന് കേൾക്കുവേ. മലയാളത്തിൽ വരുന്ന പടങ്ങളെല്ലാം ചത്രത്തിൽ തമ്പുരാട്ടി, രാത്രിയിൽ മാമനാറിൻ കാമവേരി, ഇങ്ങനത്തെ നല്ല നല്ല പടങ്ങളൊക്കെ വൃത്തികെട്ട രീതിയിലായിരുന്നു അവർ റിലീസ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അതൊന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കത്തക്ക വിധം മമ്മൂക്കയുടെ നിറക്കൂട്ട്, ന്യൂഡൽഹി, ഈ പടങ്ങളൊക്കെ വന്നപ്പം ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി. മമ്മൂക്കയുടെ ആലോചന മലയാളത്തോട്ട് എൻ്ററായി, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പടങ്ങൾ. ആ പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു മലയാള സിനിമയുടെ കൂടുതൽ സെക്സിഡൈസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ ഉണ്ടെന്ന് ഒരു കാലഘട്ടം ഉണ്ടായി. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും മറ്റു നാടുകളിലോ വൃത്തികെട്ട പടങ്ങളായിരുന്നു അതിന്റെ അർത്ഥം. അവിടെ നല്ല പടങ്ങൾ ഇറങ്ങിത്തുടങ്ങി, മമ്മൂക്കയുടെ പടങ്ങൾ നല്ല പടങ്ങൾ ഇറങ്ങിത്തുടങ്ങിയതിനു ശേഷമാണ്. ശരിയാണ്. മലയാള സിനിമയെ ഇത്ര അധികം സ്നേഹിക്കുന്ന മറ്റൊരു നടനില്ല. മലയാള സിനിമയെ പിന്നെ അദ്ദേഹം അല്ലാതെ ആര് രക്ഷിക്കും എന്നുള്ളതാണ്, അല്ലെ? മോഹൻലാലിന്റെ പടങ്ങളും മമ്മൂട്ടിയുടെ പടങ്ങളും ഒക്കെ തെലുങ്കില്, മമ്മൂക്കയുടെ പടങ്ങള് നേരെ തെലുങ്കിക്ക് ഡബിംഗ് ആണ് മേടിക്കും. ലാലേട്ടന്റെ പടങ്ങള് കഥ മേടിക്കും. ദിലീപിന്റെ പടങ്ങൾ അങ്ങനെ മേടിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മമ്മൂക്കയ്ക്ക് അന്ന് തമിഴ്നാട്ടില് മലയാള പടങ്ങൾ ഡബ് ചെയ്താൽ തമിഴ് പടം ഓടുന്ന പോലെ മമ്മൂക്കയുടെ പടങ്ങൾ ഓടുന്ന ഒരു സമയമായിരുന്നു അത്. സാമ്രാജ്യം പോലുള്ള സിനിമകളൊക്കെ വലിയ ഹിറ്റായിരുന്നു തെലുങ്കിലും തമിഴിലും. CBI ഡയറക്ടറോടുകൂടി എനിക്ക് ഇൻഡസ്ട്രിയിലും പൊതുജനങ്ങളുടെ ഇടയ്ക്കും നിർമ്മാതാക്കളുടെ ഇടയ്ക്കും മറ്റ് എന്റെ സഹപ്രവർത്തകരുടെ ഇടയ്ക്കും CBI പോലൊരു മാന്യതയും കൂടി എനിക്ക് കിട്ടി. വ്യക്തിത്വത്തോടെ. കാര്യം അത് മദ്രാശിയിലെ സഫയർ തിയേറ്ററിന്റെ ഒരു വർഷം അടുപ്പിത്തോളൂ. ഓക്കെ, അതായത് മമ്മൂട്ടിയുടെ സിനിമകളിൽ മറ്റുള്ള ഭാഷകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മമ്മൂക്ക തന്നെ ഡബ് ചെയ്താൽ, അല്ലെങ്കിൽ ആര് ഡബ് ചെയ്താൽ ആ പടം ഹിറ്റ് ആവുന്നു എന്നുള്ളതാണ്.
മോഹൻലാൽ അഭിനയിച്ച സിനിമകളിലെ സ്റ്റോറി മാത്രം മതി അവർക്ക്. മോഹൻലാലിന്റെ ആ ഒരു സിനിമ വേണ്ട എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മമ്മൂക്ക തമിഴിൽ ചെയ്ത സിനിമകളും ഹിറ്റാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ നിന്നും പോയ ആദ്യ ഹിന്ദി നായകനായിട്ട് പോയ നടൻ മമ്മൂട്ടിയാണ്. അത് പിന്നെ ബ്രേക്ക് വല്ലവരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നായകനായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹമാണ്. ധർത്തിപുത്രി അങ്ങനല്ലേ പടത്തിന്റെ പേര്, എന്നെ തോന്നുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ തമിഴിലേക്ക് മലയാള സിനിമയിൽ തന്നെ കത്തി നിൽക്കുന്ന സമയത്ത് തമിഴില് അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചതും വൻ ഹിറ്റ് ആയിരുന്നു അല്ലെ. അതാണ് ഏത് ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഭാഷയിൽ ജനിച്ച ഒരു മനുഷ്യനെ പോലെയാണ് പറയാറ്. മോഹൻലാല് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആ ഒരു വാക്കുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. ശ്രീ മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ആ ലാംഗ്വേജുകൾ, ആ ഭാഷ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യാന്ന് പറയും. ഡബ് ചെയ്ത ഒരു കേട്ടില്ലേ? സ്വന്തം ഭാഷ പോലെ തന്നെയാണ് മമ്മൂട്ടിക്ക് ഏതൊരു ഭാഷയും. അത് കൈകാര്യം ചെയ്യുന്ന രീതി അത് കേട്ടാൽ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും മമ്മൂക്ക ഇനി തെലുങ്കനാണോ, മമ്മൂക്ക ഇനി ഹിന്ദിക്കാരനാണോ, മമ്മൂക്ക ഇനി തമിഴനാണോ എന്നുള്ള ഒരു തോന്നല് എല്ലാവർക്കും തോന്നും. അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. ഇതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്താണ് എന്നുള്ളത്. അഭിനയം എനിക്ക് ഭ്രാന്താണ്, ആ അഭിനയത്തിന് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്നുള്ള. ഇതിനിടയിൽ എനിക്കൊരു ക്ലിപ്പ് കിട്ടിയതാണേ. അദ്ദേഹത്തിന് പല ആളുകളോടും പെരുമാറുന്ന രീതിയിൽ മാറ്റാണ്. ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടാണ് സംസാരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആളുകളോട് അദ്ദേഹം സമീപിക്കുന്ന രീതിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ഞെട്ടിയതാണ് അല്ലെ. അദ്ദേഹം ആളുകളെ ചേർത്ത് പിടിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ കളിയാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഉണ്ടപ്പക്രു എന്ന് പറയുന്ന ആ ഒരു നടൻ. ശരിക്കുള്ള പേര് അജയൻ എന്നാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്നെ ഉണ്ടപ്പക്ര എന്ന് വിളിക്കുമ്പോൾ മമ്മൂട്ടി എന്നെ വിളിക്കുന്നത് എന്താ, എന്റെ പേരാണ് അജയ എന്നാണ്. നിങ്ങളിപ്പോ സൈഡിലൊരു വീഡിയോ കാണുന്നില്ലേ, ആ വീഡിയോയിൽ മമ്മൂക്കയും അദ്ദേഹം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ. അതിന് ഹെഡ്ലൈൻ ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കോരിത്തെരിപ്പിച്ചു. അതിലെ മ്യൂസിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ആളുകളെ ചേർത്ത് നിർത്തുന്ന ആ ഒരു രീതിയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ഒരു ലെജൻഡ് ആക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങൾ മലയാള സിനിമയിൽ പതിപ്പിച്ച ഒരേ ഒരു നടൻ അത് മമ്മൂട്ടി തന്നെയാണ്. ഞാൻ ഇനിയും മിനുക്കിക്കൊണ്ടിരുന്നാലേ എനിക്ക് തിളക്കം കൂടുള്ളൂ എന്ന് പറയാം. ശരിയാണ്, മിനിക്കാൻ ഇനിയും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഇത്രയും കാലം മിനിക്കിയത് തന്നെ ഞങ്ങളെ ശരിക്കും അങ്ങോട്ട് തരിപ്പിച്ച് വിജൃംഭിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതേപോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. മമ്മൂക്ക, ഞങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണോ എന്ന് പറയാൻ കഴിയുന്നില്ല. അതിലും വലിയ മായാജാല ലോകത്തേക്കാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും മമ്മൂക്കയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. ഇനിയും ശോഭിച്ച് മലയാള സിനിമയെ ഉള്ളം കൈയിലാക്കി അമ്മാനമാടാന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് വരും. നമ്മൾ വീണ്ടും പുതിയ എന്റർടൈൻമെന്റ് വാർത്തകളുമായിട്ട് വരും. അതുവരെ സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.